Good afternoon, students. Today we are going to study about how can we edit a worksheet. That means different sheet options that we can see in the Excel document. ഷീറ്റ് ഓപ്ഷൻസ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷീറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് പേജ് ലേഔട്ടിലുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന എങ്ങനെയാണ്, ഡിലീറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, അതിൽ ഡാറ്റാസിൽ എന്തെങ്കിലും ഫോർമുലാസ് ഇൻപുട്ട് ചെയ്യുന്ന എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് വർക്ക്ഷീറ്റ് എഡിറ്റിങ്ങിൽ വരുന്നത്. ഫസ്റ്റ് വൺ, ഷീറ്റ് ഓപ്ഷൻസ്. MS Excel provides various sheet options for printing purpose, like generally cell grid lines are not printed. If you want to print out to include grid lines, choose page layout, sheet option group, grid line, check print. നമ്മൾ നോർമലി നമുക്കറിയാം എക്സൽ ഷീറ്റ് പ്രിന്റ് ചെയ്യുമ്പോൾ, എക്സൽ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു എക്സൽ ഷീറ്റ്. ഇതിൽ കോളംസ് ആൻഡ് റോസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കോളംസ് എന്ന് പറയുന്ന കോളം ഹെഡർ ആണ് ABCD, റോ എന്ന് പറയുന്ന 1 2 3 ആണ്. നമുക്ക് പേജ് ലേഔട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആ പേജ് ലേഔട്ടിൽ ഗ്രിഡ് ലൈൻസ്, ഷീറ്റ് ഓപ്ഷൻസിൽ ഗ്രിഡ് ലൈൻ ഉണ്ട്. ജസ്റ്റ് പ്രിന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രിന്റ് ടിക്കറ്റ് കൊടുത്താൽ നമുക്ക് നമ്മൾ എങ്ങനെയാണോ പ്രിന്റ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ ഗ്രിഡ് ലൈൻ ഉൾപ്പെടെ നമുക്ക് കിട്ടും. നമ്മൾ ഇത് പ്രിന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് നോർമൽ വ്യൂ ആയിരിക്കും. അപ്പൊ കോളംസ് റോസും എക്സലിൽ ഒരു ഷീറ്റ് പ്രിന്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ കിട്ടണം എന്നില്ല. അപ്പൊ നമ്മളിവിടെ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഗ്രിഡ് ലൈൻസ് ഇൻക്ലൂഡഡ് ആയിട്ട് കറക്റ്റ് എക്സൽ ഫയൽ എങ്ങനെയാണോ നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ നമുക്ക് പ്രിന്റ് ആയി കിട്ടും. അതിൽ വേരിയസ് ഓപ്ഷൻസ് ഉണ്ട്. ഷീറ്റ് ഓപ്ഷൻ ഡയലോഗ് ബോക്സിൽ വേരിയസ് ഓപ്ഷൻസ് ഉണ്ട്. പ്രിന്റ് ഏരിയ, പേജ് സെറ്റപ്പിൽ പേജ്, മാർജിൻ, ഹെഡർ, ഫൂട്ടർ, ദെൻ ഷീറ്റ്, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ പ്രിന്റ് ഏരിയ നമുക്ക് യു ക്യാൻ സെറ്റ് ദ പ്രിന്റ് ഏരിയ വിത്ത് ദിസ് ഓപ്ഷൻ. നമുക്ക് പർട്ടിക്കുലർ ഒരു പ്രിന്റ് ഏരിയ ഈ ഓപ്ഷനിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമുക്ക് ടൈറ്റിൽസ്, എന്തെങ്കിലും റോസിനോ കോളംസിനോ എന്തെങ്കിലും ടൈറ്റിൽസ് അപ്പിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈറ്റിൽസ് നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കാം. ദെൻ പ്രിന്റ് എന്നുള്ള ഓപ്ഷനിൽ ഗ്രിഡ് ലൈൻസ് വേണോ, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ, ഡ്രാഫ്റ്റ് ക്വാളിറ്റി എങ്ങനെയാണ്, റോസ് ആൻഡ് കോളം ഹെഡിങ് വേണോ, ഈ കാര്യങ്ങളൊക്കെയാണ് പ്രിന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്നത്. അത് നമുക്ക് ഏതാണോ ഗ്രിഡ് ലൈൻസ് അപ്പിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രിഡ് ലൈൻസ് ടിക്ക് കൊടുക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ടിക്ക് കൊടുക്കാം. ദെൻ ഡ്രാഫ്റ്റ് ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. ചാർട്ടുകൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രാഫ്റ്റ് ക്വാളിറ്റി സെറ്റ് ചെയ്യാം. ദെൻ റോസ് ആൻഡ് കോളംസിന്റെ ഹെഡിങ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പേജ് ഓർഡർ ആണ്. ഡൗൺ ദെൻ ഓവർ ഉണ്ട്, അതുപോലെ ഓവർ ദെൻ ഡൗൺ ഉണ്ട്. ഡൗൺ ദെൻ ഓവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രിന്റ് ദ ഡൗൺ പേജസ് ഫസ്റ്റ് ആൻഡ് ദെൻ ദ റൈറ്റ് പേജസ്. ആദ്യം ഡൗൺ പേജസ് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്, ദെൻ റൈറ്റിലുള്ള പേജ് ആയിരിക്കും. ഓവർ ദെൻ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റ് ദ റൈറ്റ് പേജസ് ഫസ്റ്റ് ആൻഡ് ദെൻ കംസ് ടു ദ പ്രിന്റ് ദ ഡൗൺ പേജസ്. ഇപ്പൊ രണ്ട് ഓപ്ഷൻസ് ആണ് പേജ് ഓർഡറിൽ വരുന്നത്. ഒന്നുകിൽ ഫസ്റ്റ് നമ്മൾ ഡൗൺ പേജ് പ്രിന്റ് ചെയ്യും, ദെൻ ആഫ്റ്റർ റൈറ്റ് പേജ് പ്രിന്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് ഓവർ ദെൻ ഡൗൺ ആണെങ്കിൽ റൈറ്റ് പേജ് ഫസ്റ്റ് പ്രിന്റ് ചെയ്യും, ദെൻ കംസ് ടു ദ പ്രിന്റ് ഡൗൺ പേജസ്. ഓക്കെ. Then in MS Excel there are 10,48,576 into 16,384 cells ഉണ്ട്. കാരണം നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇത് മൊത്തം ഈ ഒരു 1 2 3 4 5 അങ്ങനെ ആ റേഞ്ച് എന്ന് പറയുന്നതാണ് ഈ പെർട്ടിക്കുലർ റോയുടെ റേഞ്ച്. അതുപോലെ കോളം എന്ന് പറയുന്ന 16,384 സെൽസ് ആണ്. അപ്പൊ അത്രയും കോളംസും റോസും നമുക്കുണ്ട്, അതുകൊണ്ട് തന്നെ അത്രയും സെൽസ് നമുക്കുണ്ട്. MS Excel cell can have text, numeric value or formulas, and MS Excel cell have maximum 32,000 characters അതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ടെക്സ്റ്റും ന്യൂമറിക് വാല്യൂസും ഫോർമുലാസും ഒക്കെ നമുക്ക് ഇൻപുട്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്ന ഇൻസേർട്ടിംഗ് ഡാറ്റ. നമ്മൾ എങ്ങനെയാണ് ഒരു എക്സൽ ഷീറ്റിൽ ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യുന്നത്. For inserting data in MS Excel, just activate the cell type, text or number and press enter the navigation key. നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ആ സെൽ ടൈപ്പിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ അതിന്റെ ടെക്സ്റ്റ് നമ്പർ ആണോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് നാവിഗേഷൻ കീ വെച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ ഒരു ഡാറ്റ നമ്മൾ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ ഏത് ഇതിലാണോ വേണ്ടത് പർട്ടിക്കുലർ ഡാറ്റ അവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ നെയിം എന്നുള്ളതാണ് നമുക്ക് വേണ്ടെങ്കിൽ നെയിം എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഈ ഒരു H എന്ന് പറയുന്ന കോളത്തിലെ 10 എന്ന് പറയുന്ന റോയിലാണ് H10 എന്നുള്ളതായിരിക്കും ഇതിന്റെ കറസ്പോണ്ടിങ് അഡ്രസ്സ്. ആ സെൽ അഡ്രസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെൽ എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ഓഫ് കോളം ആൻഡ് റോ ആണ്. അപ്പൊ H10 എന്ന് പറയുന്നതാണ് ഈ പർട്ടിക്കുലർ ഒരു സെല്ല്. ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. അതിൽ ന്യൂമറിക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാം. ദെൻ നമുക്ക് ഫോർമുലാസ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. For inserting formulas in MS Excel to the formula bar, enter the formula and then press the enter or navigation screen. നമുക്ക് ഫോർമുലാസ് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ടിൽ
ഫോർമുലാസ് എന്നുള്ള ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസേർട്ട്, നമ്മളൊരു പർട്ടിക്കുലർ ഫീൽഡ് എടുത്തു, ഇൻസേർട്ട് എടുത്തിട്ട് നമുക്ക് ഫോർമുലാസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോർമുലാസ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്, സിമ്പിൾസ് ഉണ്ട്, അതുപോലെ സിമ്പിൾസിൻ്റെ എവിടെയാണ് ഫോർമുലാസ് വരുന്നത്. ഫോർമുലാസ് നമുക്ക് ഏത് ഫോർമുലയാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് പർട്ടിക്കുലർ ഫോർമുലാസ് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ഫോർമുലാസ് എന്നുള്ളതുണ്ട്, അവിടെ നമുക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 സെല്ലിൻ്റെ വാല്യൂസ് ഏതാണോ നമുക്ക് വേണ്ടത് അത് വെച്ചിട്ട് ഇൻസേർട്ട് ഫംഗ്ഷൻ എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസേർട്ട് ഫംഗ്ഷനിൽ പർട്ടിക്കുലർ സം കാണാനാണെങ്കിൽ അല്ലെങ്കിൽ മന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ, മന്ത് പ്രിന്റ് ചെയ്യാൻ, ആവറേജ് ഇഫ് വെച്ചിട്ട് ചെയ്യണോ, കൗണ്ട് ചെയ്യണോ, മാക്സ് ചെയ്യണോ, അങ്ങനെ എന്താണെന്നുള്ളത് നമുക്കിവിടെ പർട്ടിക്കുലർ ഫംഗ്ഷൻസ് പറഞ്ഞു കൊടുക്കാം. അവിടെ അപ്പം അലൈൻമെന്റിൽ ഓട്ടോമാറ്റിക്കലി ഡാറ്റാസ് എൻ്റർ ആയി വന്നോളും. അപ്പം നമ്മൾ 2 ഫീൽഡുകൾ, ഞാനിവിടെ 2 ഫീൽഡ് കൊടുക്കുന്നു. ഈ 2 വാല്യൂസും എനിക്ക് ടൈപ്പ് ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ 2 സെല്ലും നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതിന് ജസ്റ്റ് നമ്മൾ ഇവിടെ ഈ ഒരു പോർഷനിൽ ഈക്വൽ ടു എന്ന് ഇട്ടിട്ട് ഈ ഒരു സെല്ല് ദെൻ പ്ലസ് എന്നുള്ള സിമ്പൽ, നമുക്ക് പ്ലസ് ആണ് ചെയ്യേണ്ടത്, അഡീഷൻ ആണ് ചെയ്യേണ്ടത്. സോ നമ്മളവിടെ പ്ലസ് എന്നുള്ള സിമ്പൽ കൊടുക്കുക. ദെൻ ഈ സെല്ലിൻ്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നു. ദെൻ നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആ ഒരു ഡാറ്റ നമുക്ക് ഇവിടെ എത്രയാണോ വേണ്ടത്, അതായത് ഈക്വൽ ടു എന്ന് പറയുന്ന ഫംഗ്ഷനിൽ വെച്ചിട്ട് വേണമായിരുന്നു നമ്മളിത് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കിത് വർക്കൗട്ട് ആവില്ല. അപ്പം ഈക്വൽ ടു എന്നുള്ള സിമ്പൽ ആദ്യം പ്രസ് ചെയ്യുക. ദെൻ ഈ ഒരു കോളം സെലക്ട് ചെയ്യുന്നു. ദെൻ പ്ലസ് സിമ്പൽ ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നു. ദെൻ ഈ ഒരു കോളം ചെയ്യുന്നു. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് റിസൾട്ട് കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ തന്നെ എത്ര ഡാറ്റാസ് വേണമെങ്കിലും, ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഡാറ്റാസ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനെ നമുക്കിവിടെ ഡ്രാഗ് ചെയ്തിടാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ വന്നിട്ടുണ്ട്. ആ ഇക്വേഷനെ നമുക്ക് ഡ്രാഗ് ചെയ്താൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് റിസൾട്ട് നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്തത് ഈക്വൽ ടു എന്നുള്ള സിമ്പൽ, ദെൻ ഇതിൻ്റെ അഡ്രസ്സ് പ്ലസ് ഇതിൻ്റെ അഡ്രസ്സ്. ഇവിടെയൊക്കെ വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പോയാൽ അതിൻ്റെ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ ഒരു സെൽ കണ്ടന്റിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം. മോഡിഫൈയിങ് ദ സെൽ കണ്ടന്റ്. For modifying, just activate the cell, enter a new value and then press enter or navigation key to save the changes. See the screenshot below to understand it. MS Excel provide various selecting data in the sheet. നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൗസ് വെച്ച് ക്ലിക്ക് ചെയ്താൽ മതി, സെലക്ട് ആയിക്കോളും. ഈ ഒരു പർട്ടിക്കുലർ ഫീൽഡ് സെലക്ട് ചെയ്യണമെങ്കിൽ ആ ഫീൽഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കറിയാം സെലക്ട് വിത്ത് സ്പെഷ്യൽ, നമുക്ക് സെലക്ട് സ്പെസിഫിക് റീജിയൻ സെലക്ട് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ F5 ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പർട്ടിക്കുലർ ഈ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാനും നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം. അങ്ങനെ ഡ്രാഗ് ചെയ്താലും നമുക്ക് സെലക്ഷൻ കിട്ടും. ദെൻ എന്തെങ്കിലും സ്പെഷ്യൽ കറണ്ട് റീജിയൻ ഒക്കെ ആണെങ്കിൽ ആ പർട്ടിക്കുലർ റീജിയൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുത്താൽ മതി. ഇപ്പം ഇവിടെ സ്റ്റീവ് എന്നുള്ള ഒരു സ്പെഷ്യൽ ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റീവ് എന്ന് പറയുന്ന ഒരു ഇതെടുത്തു, അതിൻ്റെ കറസ്പോണ്ടിങ് ഗോ ടു സ്പെഷ്യൽ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് കമൻസ്, ഫോർമുലാസ്, ബ്ലാങ്ക്സ്, ആ ഒരു സ്പെഷ്യൽ ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിലീറ്റ് വിത്ത് മൗസ്. നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഏത് സെല്ലാണോ വേണ്ടാത്തത് അത് നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഈ നെയിം എന്നുള്ളത് എനിക്ക് വേണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെല്ല് ഡിലീറ്റ് ആയിക്കോളും. അപ്പോൾ അതിലെ കണ്ടന്റ് ഡിലീറ്റ് ആയിട്ട് പോയിക്കോളും. ദെൻ ഡിലീറ്റ് വിത്ത് ഡിലീറ്റ് കീ, നമുക്ക് കീബോർഡിലുള്ള ഡിലീറ്റ് കീ വെച്ചിട്ടും അതുപോലെ തന്നെ ചെയ്യാം. ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ദെൻ സെലക്റ്റീവ് ഡിലീറ്റ് ഫോർ റോസുകൾ നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൗസ് ക്ലിക്ക് ചെയ്യുക, ദെൻ കൺട്രോൾ കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു കറസ്പോണ്ടിങ് റോസിനെ സെലക്ട് ചെയ്തിട്ട് റോസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമുക്ക് ഒരു ഡാറ്റ മൂവ് ചെയ്യണം, മൂവ് ഡാറ്റ വിത്ത് MS Excel. അതിൽ ഫസ്റ്റ് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് കട്ട് ഓപ്ഷൻ ഉണ്ട്, കട്ട് കോപ്പി പേസ്റ്റ്, അതാണ് മൂവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ എനിക്ക് വേറൊരു സെല്ലിലേക്കും കൂടെ കിട്ടണമെങ്കിൽ ഇവിടുന്ന് ഞാൻ കട്ട് ചെയ്യുന്നു, ഏതാണോ വേണ്ടത് അവിടെ കൊണ്ടുവച്ചിട്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു വാല്യൂ അവിടെ നിന്ന് പോയിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇവിടെ നിന്ന് കോപ്പിയാണ് ചെയ്യേണ്ടതെങ്കിൽ കോപ്പി ചെയ്യുക, ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ പേസ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഫോർമുലയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ പേസ്റ്റ് കൊടുക്കുമ്പോൾ ഒരു വാല്യൂസ് എന്നുള്ളത് കൊടുക്കണം, അല്ലെങ്കിൽ ഫോർമുലാസ് എന്ന് കൊടുത്തില്ലെങ്കിൽ അവിടെ കണ്ടന്റ് മാത്രം കാണിക്കില്ല ക്ലിയർ ആയിട്ട്. അപ്പൊ നമ്മൾ നമ്പേഴ്സിന്റെ ഒക്കെ കേസിൽ നമ്മളിപ്പോൾ ഇതിങ്ങനെ ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ ആയിരിക്കണം പേസ്റ്റ് ആക്കേണ്ടത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ കോപ്പി ചെയ്യാം. കോപ്പി Ctrl+C ആണ് കോപ്പി ചെയ്യുന്നത്. ദെൻ Ctrl+V കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ വേർഡിലൊക്കെ പഠിച്ചേക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ, കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ.
അപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ടെമ്പററി സ്റ്റോറേജ് ഏരിയ ആയ ക്ലിപ്പ് ബോർഡിലായിരിക്കും അത് അത്രയും സമയം നമ്മൾ കീപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ആ ക്ലിപ്പ് ബോർഡിൽ നിന്നാണ് നമുക്ക് പർട്ടിക്കുലർ ഡാറ്റ പേസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ദെൻ കോപ്പി പേസ്റ്റ് ഇൻ സ്പെഷ്യൽ വേ. നമുക്ക് കോപ്പി പേസ്റ്റ് വേറെ രീതിയിലും ചെയ്യാം. കാരണം അവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ട്, അവിടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് കട്ട് ചെയ്യാം. അപ്പൊ കീബോർഡ് യൂസ് ചെയ്യാണ്ട് നമുക്ക് കട്ട് കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനെ പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആവണം. അതിപ്പോ തൊട്ട് മുമ്പ് കാണിച്ചത് ഓൾ എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ സെല്ലിന്റെ കണ്ടന്റും ഫോർമാറ്റും വാലിഡേഷനും എല്ലാം കൂടെ നമുക്ക് കിട്ടും. ഫോർമുലാസ് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ പേസ്റ്റ് ഫോർമുലാസ് എന്നുള്ളതായിരിക്കും കിട്ടുക, പക്ഷെ ഫോർമാറ്റിംഗ് കിട്ടണമെന്നില്ല. ദെൻ വാല്യൂസ് മാത്രം മതിയെങ്കിൽ നമുക്ക് വാല്യൂസ് പേസ്റ്റ് ചെയ്യാം. ഫോർമാറ്റ് മാത്രം മതിയെങ്കിൽ ഫോർമാറ്റ് പ്രസ് ചെയ്യാം. കമന്റ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ കമന്റ് പേസ്റ്റ് ചെയ്യാം. ദെൻ വാലിഡേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാലിഡേഷൻ വേണമെങ്കിൽ പേസ്റ്റ് വാലിഡേഷൻ എന്നുള്ളത് കൊടുക്കാം. ദെൻ ഓൾ യൂസിങ് സോഴ്സ് തീം. നമുക്ക് എന്തെങ്കിലും ഫോർമുലാസും ഫോർമാറ്റിങ്ങും രണ്ടും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഓൾ യൂസിങ് സോഴ്സ് തീം എന്നുള്ളത് കൊടുക്കാം. ദെൻ ബോർഡേഴ്സ് വേണ്ട എന്നുണ്ടെങ്കിൽ ഓൾ എക്സെപ്റ്റ് ബോർഡേഴ്സ് എന്നുള്ളത് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ ബോർഡേഴ്സ് ഇല്ലാതെ കിട്ടും. ദെൻ കോളം വിഡ്ത്ത്, നമുക്ക് കോളം വിഡ്ത്ത് കോപ്പിഡ് സെല്ലിന്റെ കോളം വിഡ്ത്തും കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോർമുലാസ് വെച്ചിട്ട് കോളം വിഡ്ത്ത് അപ്ലൈ ചെയ്താൽ മതി. അതുപോലെ നമ്പർ ഫോർമാറ്റിന് നമ്പർ ഫോർമാറ്റിംഗ് കൂടെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ദെൻ വാല്യൂ ആൻഡ് നമ്പർ ഫോർമാറ്റ് ഉണ്ട്. പേസ് ദ റിസൾട്ട് ഓഫ് ഫോർമുലാസ് പ്ലസ് ദ നമ്പറും കിട്ടും, അതിന്റെ ഫോർമുലാസും കിട്ടും. പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്ന മെർജ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ്. ദിസ് ഐക്കൺ ഈസ് ഡിസ്പ്ലേഡ് ഓൺലി വെൻ ദ കോപ്പീഡ് സെൽ കണ്ടെയ്ൻ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. വെൻ ക്ലിക്ക് ഇറ്റ് മെർജസ് ദ കോപ്പീഡ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വിത്ത് എനി കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഇൻ ദ ഡെസ്റ്റിനേഷൻ റേഞ്ച്. നമ്മൾ ഒരു സെല്ലിൽ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം നമുക്ക് വേറൊരു സെല്ലിലേക്കും കൂടെ 2 സെല്ലിലേക്കും കൂടെ വേണം എന്ന് മെർജ് ചെയ്ത് വേണം, അതായത് കമ്പൈൻ ചെയ്ത് വേണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മെർജ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. ദെൻ ലാസ്റ്റ് വൺ ട്രാൻസ്പോസ്. ഇറ്റ് ചേഞ്ചസ് ദ ഓറിയന്റേഷൻ ഓഫ് കോപ്പീഡ് റേഞ്ച്. നമ്മൾ റോസ് അല്ലെങ്കിൽ കോളംസ് ആവുന്നതിനും കോളംസ് റോസ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്പോസ്, അതായത് ഓപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. നമ്മൾ ഓരോ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് അവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അൺഡു ചേഞ്ചസ് ആണ്. നമുക്ക് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ അൺഡു എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഹോമിൽ അൺഡു എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഒരു ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഈ ഒരു ആരോ ആണ് അൺഡു എന്ന് പറയാം. അപ്പൊ ഞാൻ തൊട്ട് മുമ്പ് ചെയ്ത കാര്യം എന്താണോ അത് ക്യാൻസൽ ആവുന്നതാണ് അൺഡു എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഒന്നെങ്കിൽ കൺട്രോൾ സെറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ആ ആരോ മാർക്ക് ആക്സസ് ടൂൾ ബാറിൽ നിന്ന് ക്ലിക്ക് ചെയ്തെടുക്കാം. 2 രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അൺഡു എന്നുള്ളത് കണ്ടോ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ സെറ്റ് ചെയ്താൽ മതി. ദെൻ നമുക്ക് റീഡു ചേഞ്ചസ്, അതായത് ഇപ്പൊ ഞാൻ അൺഡു ചെയ്തതിന് റീഡു ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ക്ലിക്ക് റീഡു എന്നുള്ള ഓപ്പോസിറ്റ് ആരോ മാർക്ക് ഉണ്ടാവും. അതുപോലെ കൺട്രോൾ വൈ ഉണ്ട്, കൺട്രോൾ വൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഡു ചെയ്യാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് സെൽസ് ഫോർമാറ്റിംഗ് ചെയ്യാനാണ്. ഫോർമാറ്റിംഗ് സെൽസ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റാസ് ആണ് ഉള്ളത്. നമ്പേഴ്സ് ഉണ്ട്, കറൻസി ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ചെയ്യണം, ഫോർമാറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ഓൺ ദ സെൽ, ദെൻ ഫോർമാറ്റ് സെൽസ്. അതിൽ നമ്പർ ആണ് വേണ്ടെങ്കിൽ നമ്പർ സെലക്ട് ചെയ്യാം. നമ്മളൊരു പർട്ടിക്കുലർ സെല്ല് ക്ലിക്ക് ചെയ്തു, അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫോർമാറ്റ് സെൽസ് കൊടുത്തു കഴിഞ്ഞ് നമ്പർ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു സെല്ല് ക്ലിക്ക് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, അവിടെ നമുക്ക് ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഫോർമാറ്റ് സെൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജനറൽ, നമ്പർ, കറൻസി, അക്കൗണ്ടിങ് അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതാണോ വേണ്ടത് അത് നമുക്ക് അവിടെ ഡിസ്പ്ലേ ആയിട്ട് കിട്ടും. ഇപ്പൊ ഞാൻ ഡേറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഡേറ്റ് ഡിസ്പ്ലേ, എന്താണോ നമുക്ക് വേണ്ടത് അത് അവിടെ ഡിസ്പ്ലേ ആയിട്ട് വരും. ദെൻ വേരിയസ് സെൽ ഫോർമാറ്റ്സ് ആണ്. ബിലോ ആർ ദ വേരിയസ് സെൽ ഫോർമാറ്റ്സ്. അത് നമ്മളിപ്പോൾ കണ്ട ടേബിളിലുള്ളതാണ്. ജനറൽ എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് സെൽ ഫോർമാറ്റ് ജനറൽ ആയിരിക്കും. ദെൻ നമുക്ക് നമ്പർ ആണ് ചെയ്യേണ്ടതെങ്കിൽ നമ്പർ എന്നുള്ളത് എടുക്കുക, കറൻസി ആണ് വേണ്ടതെങ്കിൽ കറൻസി എടുക്കുക. ഇനി എന്തെങ്കിലും അക്കൗണ്ടിങ് സ്പേസ് അങ്ങനത്തെ കറൻസിയാണ് കാര്യങ്ങളാണ് വേണ്ടതെങ്കിൽ അത്. ദെൻ ഡേറ്റ് ഉണ്ട്, ടൈം ഉണ്ട്, പെർസെൻറ്റേജ് നമുക്ക് കീപ്പ് ചെയ്യാം. ഫ്രാക്ഷൻസ് എന്തെങ്കിലും ഡെസിമൽ പോയിന്റ്സുകൾ വേണം, 1/4 1/2 അങ്ങനെ വേണമെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ സയന്റിഫിക് ആയിട്ട് എക്സ്പൊണൻഷ്യൽസ് ആണ് വേണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നമ്പേഴ്സ് വേണമെങ്കിൽ സയന്റിഫിക് കൊടുക്കാം. ടെക്സ്റ്റ് മാത്രമാണെങ്കിൽ നോർമൽ ടെക്സ്റ്റ് എന്നുള്ളത് കൊടുത്താൽ മതി. ദെൻ സ്പെഷ്യൽ സിപ്പ് കോഡ്, ഫോൺ നമ്പർ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ എന്നുള്ളത് കൊടുക്കാം. ദെൻ കസ്റ്റം ഫോർമാറ്റ് യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് സെല്ല് എടുത്താൽ ഈ വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അത് ഓരോന്നിനും അലൈൻമെന്റും ഫോണ്ടും ബോർഡറും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന സെറ്റിംഗ് ഫോണ്ട് ഫ്രം ഹോം.
നമ്മൾ ഹോം പേജിൽ നിന്ന് ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ടെക്സ്റ്റ് നമ്മൾ വെറുതെ എൻ്റർ ചെയ്തു, അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ഫോണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി, ഫോണ്ട് ചേഞ്ച് ചെയ്യാം.